ഹല്ലേലൂയ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വിശുദ്ധ ദിവസത്തിൽ, ഈ ഞായറാഴ്ചയുടെ എലോഹിം മിനിസ്ട്രിയുടെ എല്ലാ ശ്രോതാക്കൾക്കും, സഹോദരി സഹോദരന്മാർക്കും, വിശുദ്ധന്മാർക്കും വിശുദ്ധമതികൾക്കും വേഗം വരുന്ന നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ ഈ രാത്രി കർത്താവെ ഒരു പ്രാവശ്യം കൂടി സ്തുതിക്കുവാൻ, വാഴ്ത്തപ്പെടുത്തുവാൻ, വിടയാക്കുവാൻ സ്നേഹത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങൾ കർത്താവെ പലർക്കും ഒരു മാറ്റം ഉണ്ടാക്കുവാൻ ഇടയാക്കുമാറാണങ്ങൾ. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സൗഖ്യമാകണം. കടഭാരങ്ങളായി ബുദ്ധിമുട്ടുന്നവർക്ക് കർത്താവെ എൻ്റെ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് അവരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഭാവികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ നിൻ്റെ വചനം വായിച്ച് അവരെ മാനസാന്തരപ്പെടുത്തണം. പ്രാർത്ഥനയും യാചനയും കേട്ടതിന് സ്തോത്രം. നസറേനായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം 54, 55, 60 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തും നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം സൗൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തഫാനോസ് വിളിച്ചപേക്ഷിക്കയാൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്നുച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വചനമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികൾ എന്നറിയപ്പെടുന്ന വൈദ്യനായ ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ. അപ്പോസ്തല പ്രവൃത്തികൾ 12 ശിഷ്യന്മാരുടെ പ്രവൃത്തികൾ മാത്രമല്ല, ദൈവിക പ്രാർത്ഥനകൾ മാത്രമല്ല, പരിശുദ്ധാത്മാവ് പൂർണ്ണരായ സകലവിധ വിശ്വാസികളുടെയും സകല അഭിഷിക്തന്മാരുടെയും കഥയാണ് ലൂക്കോസ് ഇതിൻ്റെ അകത്ത് വരച്ച് കാട്ടി വച്ചിരിക്കുന്നത്. മധ്യാസത്തിൻ്റെ കാര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല. പരിശുദ്ധാത്മാവ് പൂർണ്ണനായി മരിച്ചവരെ ഉയർപ്പിച്ചു എന്നൊന്നും ഇതിൻ്റെ അകത്തില്ല. എന്നാൽ പൗലോസ് കുറിച്ച് വ്യക്തമായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ അവരെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞു 1, 2, 3 വിശുദ്ധന്മാരെ കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. സിഹിയോൻ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങൾ വാങ്ങിപ്പോകാതെ നഗരത്തിൽ തന്നെ പാർക്കണം, വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം, യെരൂശലേം വിട്ടു പോകരുത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. 50-ാം നാളിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി അഗ്നി വിളർക്കുന്ന നാവുകളായിട്ട് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. കൊടിയ കാറ്റടിക്കുന്നതായിട്ട് അവരെ അനുഭവിച്ചു. ഇതിനു ശേഷം 12 ശിഷ്യന്മാർ
ഒരു ഭയവുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ അവർ പുറത്തേക്കിറങ്ങി ചെയ്ത കാര്യങ്ങൾ കണ്ടും കേട്ടും എഴുതിയ ഒരു പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. ഇത് അപ്പോസ്തലന്മാർ മാത്രവുമല്ല, പരിശുദ്ധാത്മാവ് ആരെ പിടിച്ചിട്ടുണ്ടോ, ആരെ വിളിച്ചിട്ടുണ്ടോ, അവരുടെ എല്ലാം ചരിത്രമാണിത്. ഹല്ലേലൂയ. പത്രോസിന്റെയും യോഹന്നാന്റെയും യാക്കോബിന്റെയും ഒക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു, സഭ വളർന്നു പെരുകി തുടങ്ങി. ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ മേലാത്ത രീതിയിൽ ഒരു വലിയ ഉണർവ് തന്നെ ഉണ്ടാകുക. യെരുശലേമില് ദിനംപ്രതി സ്നാനങ്ങൾ നടക്കുന്നു. സകലരും പൊതുവക എന്ന് എണ്ണിയിട്ട് സകലതും പത്രോസിന്റെ കാൽക്ക വെച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോ സഭ വലുതായി തീർന്നു. അപ്പോസ്തലന്മാര് സുവിശേഷീകരിക്കുന്നു, അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. പ്രശ്നമില്ലാത്ത സഭകളൊന്നും ഇല്ലല്ലോ, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പ്രശ്നത്തെ പരിഹരിക്കുന്നതാണ് നമ്മുടെ ഒരു രീതി, അല്ലാതെ പ്രശ്നത്തെ ആളിക്കത്തിക്കുന്നത് അല്ല പ്രശ്നം. അന്ന് അവിടെ ആഹാരം വിളമ്പിയതും പാകം ചെയ്തതും ഒക്കെ വിധവകളായിരുന്നു. എബ്രായരുടെയും യവനക്കാരുടെയും ഒക്കെ വിധവകളായിരുന്നു അവിടെ മേശയെങ്കിൽ ആഹാരം കൊണ്ടുവച്ചു കൊടുത്തു, പാചകം ചെയ്തൊക്കെ കൊടുത്തത്. ഇന്നത്തെ പോലെ കാറ്ററിംഗ് സർവീസ് ഒന്നും അന്നില്ല. തന്നെത്താനെ കൊണ്ടുവെക്കണം, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷെ അവരുടെ ഇടയിൽ യവനന്മാരും എബ്രായർ എന്ന് പറഞ്ഞ യഹൂദന്മാർ, മറ്റേ വിജാതീയര യവനക്കാർ, ഇവരുടെ ഇടയിൽ തമ്മിലൊരു വഴക്കുണ്ടായി. നമുക്ക് ഒന്ന് ചിത്രീകരിക്കാൻ വേണമെങ്കിൽ നമ്മുടെ സഭയിലൊരു പ്രശ്നം ഉണ്ടാകട്ടെ, ഉന്തും തള്ളും ഉണ്ടായ ചരിത്രമൊക്കെ എനിക്കറിയാം. അടിയുണ്ടായ ചർച്ച എനിക്കറിയാം. ഞാനൊക്കെ അവിടെയൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. സഭാംഗമായിട്ട് കൂടിയിട്ടുള്ളതാണ്. അവിടെയൊന്നും ഈ പ്രശ്നങ്ങൾ, സഭയിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്യഭാഷ പറഞ്ഞ് ആരും അവിടെ ഒതുക്കുന്നില്ല. ഇതെന്ത് അന്യഭാഷയാണ് സുഹൃത്തെ? ഈ പല ചർച്ചിലും ആരാധനയുടെ ടൈമിങ്ങിൽ വരുന്ന അന്യഭാഷയും ആത്മാവും നിന്റെ വീട്ടിലോട്ട് പോകുമ്പോഴും ഇതില്ലേ എന്ന് ചോദിച്ചു പോവുക. നീ രാത്രി കിടക്കുമ്പോൾ ഈ അഭിഷേകമില്ലേ? നിന്റെ കുടുംബ പ്രാർത്ഥനയിൽ ഈ അഭിഷേകമില്ലേ? ഈ പള്ളി മാത്രം ചെല്ലുമ്പോൾ മാത്രമുള്ള അഭിഷേകം ഉള്ളോ? പള്ളി കമ്മിറ്റി ഒന്ന് കൂടട്ടെ. എത്ര സ്ഥലത്ത് അടിച്ചു പിരിഞ്ഞ് എത്ര സ്ഥലത്ത് അടികൾ ഉണ്ടാകുന്നു. ആ ചർച്ചയിൽ നിന്ന് വേറൊരു ചർച്ച ഉണ്ടാകുന്നു, പിന്നെ ആ ചർച്ചയിൽ നിന്ന് വേറൊരു ചർച്ച ഉണ്ടാകും. ഇതാണോ അഭിഷേകം? ഇതാണോ സഭ? ആദിമസഭ ഇതാണോ? പത്രോസ് കെട്ടിപ്പടുത്തിയ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട സഭ ഇതായിരുന്നോ? ആ സഭയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ പത്രോസ് ഉൾപ്പെടെയുള്ള 12 പേര് വിശുദ്ധന്മാര്, അപ്പോസ്തലന്മാര് അവരോട് പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഉറ്റിരിക്കുക. ഒരു 7 പേരെ അങ്ങ് തിരഞ്ഞെടുത്തു. ഈ വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കുക. ചുറുചുറുപ്പുള്ള അഭിഷേകമാണ്. ഈ അഭിഷേകമില്ലാത്തവൻ സഭയിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അഭിഷേകമുള്ളവന് ഈ പ്രശ്നമില്ല. അതുകൊണ്ടാണ് പത്രോസ് 7 പേരെ തെരഞ്ഞെടുത്തു. ഞാൻ പേരൊന്നും എല്ലാവരുടെയും പേര് പറയണ്ട, ഇപ്പൊ വായിക്കേണ്ടി വരും.
ഈ സ്ത്രീകളുടെ പ്രശ്നം അവസാനിപ്പിക്കുക. ഈ എബ്രായ സ്ത്രീകളുടെയും ഈ യവന സ്ത്രീകളുടെയും പ്രശ്നം അവസാനിപ്പിച്ചിട്ട് 7 ചുറുചുറുക്കുള്ള അഭിഷേകമുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരോടെ സത്യസന്ധതയോടെ കൂടി നിന്നവനെ 7 പേരെ തെരഞ്ഞെടുത്തപ്പോൾ അവൻ ഒരുത്തൻ്റെ പേരാ സ്തെഫാനോസ്. ആ സ്തെഫാനോസ് വലിയ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി വ്യാപരിച്ച് സഭയെ നോക്കി മറ്റുള്ളിടത്ത് ഉപദേശിക്കാനും പോയി, സുവിശേഷീകരിക്കാനും പോയി. ആ ഒറ്റ ഒരു വ്യക്തിയുടെ സുവിശേഷത്തിൽ എത്രയോ പേര് മാനസാന്തരപ്പെട്ടു. അത് അവിടുത്തെ ഭരണകൂടത്തെ തന്നെ ബാധിച്ചു. അവർ അവനെ കല്ലെറിയാനുള്ള ഉത്തരവിട്ടു. കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള ഉത്തരവിട്ടു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് അത് പറയാനല്ല സുഹൃത്തെ. ഹല്ലേലൂയ. നമ്മൾ 55, 54, 55 വാക്യം ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ പരവശരായി അവൻ്റെ നേരെ പല്ലു കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഇവരെല്ലാം കല്ലെറിയാൻ വേണ്ടി ഓടിയെടുത്തോണ്ടിരിക്കുകയാണ്. ഓരോ വലിയ കല്ലുമായിട്ട് ഓടിയെടുത്തോണ്ടിരിക്കുകയാണ്. മൃഗത്തെ പോലെ, വെറും പട്ടിയെ പോലെ എറിഞ്ഞു കൊല്ലാൻ വേണ്ടി കയറി അടുത്തു വരുന്ന ആ ജനത്തിനെ നോക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി. ഹല്ലേലൂയ. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പൂർണ്ണനായി, ഫുൾ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ. ദൈവമഹത്വവും ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. പ്രിയ സഹോദര സഹോദരി, ദൈവദാസന്മാരെ, നമ്മൾ യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗം കാണാൻ പറ്റും. കർത്താവിനെ നിനക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. അവൻ്റെ തേജസ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ പ്രഭ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. പിന്നെ മാത്രമല്ല, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ശക്തിന നിൽക്കുന്നത് കണ്ടു. പിതാവായ ദൈവത്തിന്റെ തേജസ് അവിടെ നിൽക്കുന്നത് കണ്ടെന്ന് സ്തെഫാനോസ്. ഒരുവൻ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി നിൽക്കുകയാണെങ്കിൽ അവന് ദൈവത്തിന്റെ തേജസ് കാണാൻ പറ്റും. ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ വരും, അവന്റെ കുടുംബത്തിലേക്ക് വരും. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ഏതു രോഗമാണെങ്കിലും, വിട്ടുമാറാത്ത ഏതു രോഗമാണെങ്കിലും അവൻ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, നിയോഗമുള്ളവനായി അവൻ തൊട്ട് പ്രാർത്ഥിച്ചാൽ ആ രോഗി വിടുതലുണ്ടാകും. ആ ഭൂതം പുറത്തു പോകും. ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനമുണ്ടാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിറയണം. ഹല്ലേലൂയ. നിറഞ്ഞവർക്ക് ഇത് പറയാൻ പറ്റത്തുള്ളൂ.
എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഈ ക്രിസ്തുവിൻ്റെ വഹിച്ചിട്ട് ഞാൻ ഒരു വട്ടം പിന്മാറിപ്പോയ വ്യക്തിയാണ്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചപ്പോൾ, പൂർണ്ണത പ്രാപിച്ചപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ഗ്ലോറി. എൻ്റെ ഭവനത്തിലൊക്കെ ദൈവത്തെ തീ ഇറങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്. ദൈവത്തിന് തേജസ് ഇറങ്ങുന്ന ഞാൻ കാണുന്നുണ്ട്. ചുമ്മാതെ ഒന്നും പറയാതെ, വിമർശിക്കാതെ ദൈവത്തിന് യഥാർത്ഥമായി പരിശുദ്ധാത്മാവ് പൂർണ്ണനായിക്കൂ. ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ദൈവത്തിൻ്റെ തേജസ് നീ കാണും. ഹല്ലേലൂയ. ആ സ്തെഫാനോസ് അവർ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. പക്ഷെ അവരുടെ വസ്ത്രം കാത്ത ഒരു വ്യക്തിയാണ് സൗൽ. ചെറുപ്രായമാണ്, വസ്ത്രം കാത്തു നിന്ന ഒരു വ്യക്തിയാണ് സൗൽ. ആ സൗലിനും പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കുവാൻ വേണ്ടി അധികാരപത്രവും വേണ്ടി അവൻ കടന്നു വരുമ്പോൾ, കുതിരപ്പുറത്ത് കടന്നു വരുമ്പോൾ ആകാശത്തുനിന്ന് അവനൊരു മിന്നൽ അവന്റെ മേൽ അടിച്ചവൻ താഴെ വീണു. ആ നിമിഷം തന്നെ അവന്റെ കണ്ണിൽ ഇരുട്ട് ബാധിച്ചു. ഹല്ലേലൂയ. അവൻ ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യം, നീ ആരാണ് കർത്താവേ? ഈ സൗൽ അങ്ങനെ എന്താ ചോദിച്ചത്? ഒരു ചെറിയൊരു വൈരുദ്ധ്യമില്ലേ അതിൻ്റെ അകത്ത്? നീ ആരാണ് കർത്താവേ? ഈ അടി വീഴുന്നവൻ അറിയാൻ പറ്റും ഇത് കർത്താവാ നിന്നെ തൊട്ടെന്ന്. മനസ്സിലായോ? അല്ലാതെ എന്തെങ്കിലും കിട്ടിയിട്ട് പറഞ്ഞിട്ട് നീ കാര്യമൊന്നുമില്ല. കർത്താവ് തൊട്ടെന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിനക്കത് അറിയാൻ പറ്റും. സൗൽ വിളിച്ചു പറയുകയാണ്, നീ ആരാണ് കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാണെന്ന് പറഞ്ഞു. പിന്നെയും പറയാ, മുള്ളിന്മേൽ ഉതയ്ക്കുന്നത് സൗലെ നിനക്ക് വിഹിതമല്ല, ഇത് മുള്ള. ഇനിയും നീ ഒരടി മുമ്പോട്ട് വെച്ചാൽ നീ കീറും. ഇത് മുള്ളയിലാ നീ കളിക്കുന്നത്. എന്റെ ജനവ, എന്റെ മക്കളായത്, നിർത്തിക്കോ സൗലെ. നിന്നെ ഞാൻ തെരഞ്ഞെടുക്കാൻ പോവുക. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കും, ഒത്തിരി കാര്യം നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കും. എൻ്റെ ജീവിതത്തിലൊക്കെ ഒത്തിരി ചിത്രീകരിക്കും. ഞാൻ ഇങ്ങനെ വന്നെന്നൊക്കെ ഞാൻ ഒത്തിരി ചിത്രീകരിക്കും. കർത്താവിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ദൈവം തേടിയെത്തിയ ആ വൻ സ്നേഹത്തെ ഓർത്ത് ഞാൻ എപ്പോഴും സ്തുതിക്കും. എനിക്ക് ഒരു ഇതുമില്ല എന്ന് വെച്ചാൽ ദൈവം എന്നെ കരങ്ങളെടുക്കാൻ ദൈവത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ദൈവം എന്നെ കരങ്ങളെടുത്തു. സൗലിനെ പിടിച്ച ദൈവം എന്നെയും പിടിച്ചു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി സ്വർഗത്തിൽ ഞാൻ എൻ്റെ അമ്മയുടെ ഉള്ളിൽ ഉരുവാകുന്നതിന് മുമ്പ് എഴുതി വെച്ച കാര്യമാണ് നടക്കുന്നത്. ഹല്ലേലൂയ. സൗല് ജനിക്കുന്നതിന് മുമ്പേ അവൻ്റെ എല്ലാ കാര്യവും പ്ലാൻ വരച്ചു വെച്ചിട്ടാണ് കർത്താവ് ഇവിടെ വന്നത്. മനസ്സിലായോ? അനന്യാസിനോട് പറഞ്ഞു, അനന്യാസേ, ദൈവപുരുഷനാണ്, ശുദ്ധനാണ്, അഭിഷിക്തനാ, ആ നാട്ടിലെ അനന്യാസ്, നീ സൗലിന് തോൽക്കൊല്ലക്കാരനായ ശിമോന്റെ വീട്ടിലുണ്ട്, നീ പോയി അവനെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇതൊരു അഭിഷേകമാ വീണത്. ഏത്? ദമസ്കോസിൽ വെച്ച് ഒരു അഭിഷേകം വന്ന് വീണതാ. തീ വന്ന് ഇറങ്ങിയതാ. ദൈവത്തിന്റെ ശക്തി ഇറങ്ങിയതാ. എന്നിട്ടും അനന്യാസിനെ വിളിച്ചിട്ട് പറയുക, നീ തോൽക്കൊല്ലക്കാരനായ ശിമയോന്റെ വീട്ടിൽ പോയി ഇവന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ്?
അനന്യാസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇവൻ ക്രിസ്ത്യാനികളെയൊക്കെ കൊന്നുമുടിപ്പിക്കുന്നവനാ, അതുകൊണ്ട് ഇവനെ ഞാൻ പ്രാർത്ഥിക്കത്തില്ല എന്ന് തർക്കിച്ചങ്ങ് പറഞ്ഞു. അങ്ങനെ ചെറിയ പാസ്റ്റർമാരും ഇവിടെ ഉണ്ട്. നിന്നോട് കർത്താവ് ഇവിടെ തിരക്കി വന്നത് നീതിമാനെ വേണ്ടി അല്ല, ഭാവികളെ അന്വേഷിച്ച കർത്താവ് ഇവിടെ വന്നത്. 99 നീതിമാനെ വിട്ടിട്ട് ഒരു പാപിയുടെ പുറകെ പോയവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. നീതിമാൻ എന്ന് പറയുന്നവൻ കള്ളൻ അത്രേ എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. നീ സ്വയം നീതീകരിക്കുകയാണെങ്കിൽ നീ കള്ളനാ. രണ്ടുപേരുടെ പ്രാർത്ഥന നമുക്കറിയാം, ചുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെയും പ്രാർത്ഥന. അവിടെ എന്താ സംഭവിച്ചത്? ചുങ്കക്കാരൻ പറഞ്ഞു, ഞാൻ എല്ലാ നേരത്തും 3 നേരവും പള്ളി വരുന്നുണ്ട്, ഞാൻ എല്ലാത്തിനും പതാരം കൊടുക്കുന്നുണ്ട്. നിൽക്കുന്ന അവനുണ്ടല്ലോ, വെറും ഭാവി, അവനാണെങ്കിൽ വെറും ഭാവിയാ എല്ലാത്തിനും. ഞാനാണ് എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാ, അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കണം, അവൻ്റെ പ്രാർത്ഥന കേൾക്കരുത്. ഇങ്ങനെ നടക്കുന്ന കുറേ ടീംസുകളുണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കിലേ ഇവൻ്റെ പൊങ്ങച്ച വടിയും പൊങ്ങച്ചൻ തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റവനെ മാറത്തടിച്ചിട്ടാ പറഞ്ഞത്, താവേ, ഞാൻ വെറും പാവിയാ. ആ ഒറ്റ വാക്കിൽ ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു. മനസ്സിലായോ? അനന്യാസേ, നീ പോയി തലേ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ നീ അതുപോലെ ചെയ്യ്. നിന്നെ അവനെ എല്ലാം സൃഷ്ടിച്ചത് ഞാനാ ഈ ലോകത്ത്. നിന്റെ മേൽ അഭിഷേകം തോന്നും. ഞാൻ പറയുന്ന സ്ഥലത്ത് പോയി നീ അവന്റെ തല കൈവെക്കാൻ. അങ്ങനെ സൗലിന്റെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടി. ചെതുമ്പല് പോലൊരു സാധനം താഴെ വീണു. അവൻ അവിടെ എഴുതിയിരിക്കുക, ഇത് പറയാൻ വേണ്ടി ഇത് പറഞ്ഞത്. അവൻ പരിശുദ്ധാത്മാവ് പൂർണ്ണനായെന്ന് എഴുതി വെച്ചു. പൂർണ്ണനായി. അഭിഷേകം കിട്ടി. ദമസ്കോസിന്റെ പടിവാതിൽ വെച്ച് അഭിഷേകത്താൽ വീണവൻ, ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി അവന്റെ മേൽ അടിച്ചപ്പോൾ അവൻ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. പക്ഷെ പരിപൂർണനായത് ഒരുത്തന്റെ കൈവപ്പോട് കൂടിയാ. യേശുവിന്റെ നാമത്തെ ഹല്ലേലൂയ. The name of Jesus. ഹല്ലേലൂയ. ആ ശൗല് ബർണബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്കറിയാം. പ്രബോധന പുത്രൻ എന്ന് പേരുള്ള ബർണബാസ് സഭയുടെ ഏറ്റവും വലിയ അഭിഷിക്തനായിരുന്നു. അവന് ലേവ്യനായിരുന്നു. അവന്റെ മറുപേര് യോസഫ് എന്നായിരുന്നു. അവൻ തന്റെ നിലങ്ങൾ സകലതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാക്ക വെച്ചു. അവനും യാത്രയാകുക. ഹല്ലേലൂയ. ആരുടെ കൂടെ യാത്രയാകുന്നത്? ഇന്നലെ വരെ ക്രിസ്ത്യാനികളെ കൊന്നു മുടിപ്പിച്ചവന്റെ പുറകിൽ നിൽക്കുക. ഹല്ലേലൂയ. മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന അപ്പോസ്തലത്വമല്ല ദൈവത്തിന്റെ. മനുഷ്യൻ അപ്പോസ്തലൻ മദ്യാസിനെ തെരഞ്ഞെടുത്തെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത 12ാമൻ അപ്പോസ്തലനായ പൗലോസാണ്. കാരാഗ്രഹത്തിൽ, റോമിലെ കാരാഗ്രഹത്തിൽ 4 അടി നീളമുള്ള കാരാഗ്രഹത്തിൽ, 3 അടി പൊക്കമുള്ള ഉയരമുള്ള കാരാഗ്രഹത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുമോ? ചിന്തിക്കാൻ പോലും പറ്റുമോ? 14 ലേഖനങ്ങൾ സഭയ്ക്ക് എഴുതി കൊടുത്തവനാ ശൗലായ പൗലോസ്. ആ പൗലോസ് ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവന്റെ ആത്മശക്തി അവിടെ വെളിപ്പെട്ടില്ല. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാ പൂർണ്ണനാവുന്നവന് സ്വർഗത്തെ കാണും, ദൈവത്തിന്റെ മഹത്വം കാണും, ദൈവശക്തി കാണും, യേശുവിനെ അറിയും. പരിശുദ്ധാത്മാവിനെ അറിയുന്നവനെ യേശുവിനെ അറിയാൻ പറ്റത്തുള്ളൂ.
നീ യേശുവിനെ കുറിച്ച് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നീ അഭിഷേകം കൂടെ പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കുമ്പോൾ യേശു ആരെന്ന് നിനക്ക് മനസ്സിലാകും. യേശു എന്തിനാ ഇവിടെ വന്നെന്ന് അറിയാം. ഹല്ലേലൂയ. ഇവർ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് ചെന്നിട്ട് യാത്ര ചെയ്യുക. എന്തിനാണ് ഈ പൂർണ്ണത വേണമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാനാ പോകുന്നത്. അഭിഷേകം 2 പേർക്കും ഉണ്ട്. ബർണബാസിനും ഉണ്ട്, ശൗലിനും ഉണ്ട്, പൗലോസായ ശൗലിനും ഉണ്ട്. ഒരു വാക്യം വായിച്ചിട്ട് ഞാനത് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തികൾ 13-ാം അധ്യായം 2-ാം വാക്യം. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. ഒരു വാക്ക് ഇതിനോട് വാക്ക് വായിക്കാണ്ട് പറയുകയാണ്. നിങ്ങളുടെയൊക്കെ ധാരണകളും, ഒത്തിരി പേർക്ക് 90% ആൾക്കാരുടെ ധാരണകൾ പരിശുദ്ധാത്മാവ് ചെറിയ തീയാണ്, വെള്ളമാണ്, കാറ്റാണ്, ചെറിയ ശക്തിയാണെന്നൊക്കെയാണ് ധാരണ. ഇവിടെ വെച്ച് പറഞ്ഞാണ് പരിശുദ്ധാത്മാവ് അവനെ വേർതിരിച്ച്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. പരിശുദ്ധാത്മാവ് ശൗലിനെ, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറയത്തില്ലേ? അപ്പോൾ ഇത് ആരാണ് പരിശുദ്ധാത്മാവ്? ഒരു വ്യക്തിക്കല്ലേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ഒരു കാറ്റിന് പറയാൻ പറ്റുമോ? തീക്ക് പറയാൻ പറ്റുമോ? ഒരു വെള്ളത്തിന് പറയാൻ പറ്റുമോ? ഒരു തണുത്ത കാറ്റടിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവാന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവെന്ന് പറയാൻ പറ്റുമോ? അവരോട് സംസാരിച്ചെന്ന് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞെന്ന്. ഹി ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, തൃത്വത്തിൽ 3-ാമനായ വ്യക്തി. അവനെ കൂടാതെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം പൂർണ്ണമാകത്തില്ലെന്ന്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. അവര് രണ്ടും ഒരു സ്ഥലത്തെത്തുക. ആ സ്ഥലത്തെത്തുമ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിൽ ചെന്നു. അവിടെ നിന്നും കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. സലാമസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹനാൻ അവർക്ക് ഭൃത്യനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പഹോസ് വരെ ചെന്നപ്പോൾ ബെറേസു. ഈ യോഹനാൻ എന്ന് പറയുന്നത് മർക്കോസ് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ. മർക്കോസിന്റെ മറുപേരാ യോഹനാൻ എന്നുള്ളത്. മറ്റേ അപ്പോസ്തലനായ യോഹനാൻ അല്ല കേട്ടോ. ബെറേസു എന്ന് പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവർ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. അവൻ അവിടുത്തെ ഒരു ദേശാധിപതിയോടുകൂടെ ആയിരുന്നു. സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ആള്. അവർ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. അവര് ദൈവവചനം കേൾക്കാൻ വേണ്ടി സെർഗിയോസ് പൗലോസ് ഇവരെ വിളിച്ചു വരുത്തി. കർത്താവിന്റെ വചനം പലയിടത്തും കേട്ടിട്ടുണ്ട്. കർത്താവ് ഉയർത്തെണീറ്റു, ക്രൂശിമരണം ഒക്കെ ഇവൻ കേട്ടതാ സെർഗിയോസ് പൗലോസ്. പക്ഷേ ഇവരെ വിളിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി വളരെ വാഞ്ചയോടുകൂടി ഇവരെ വിളിച്ചു വരുത്തി. ഹല്ലേലൂയ. എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ ഇതാവുന്നു അവന്റെ പേരിന്റെ അർത്ഥം. അവർ എതിർനിന്നു ദേശാദിയുള്ള വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. ഈ ബെറേസു എന്ന് പറയുന്നത്
ആ ദേശാധിപതിയുടെ കൂടെ നിൽക്കുന്ന എലിമാസ് എന്ന് പറയുന്ന ഒരു വിദ്വാനാണ്. ഹല്ലേലൂയ. അന്നത്തെ വിദ്വാൻ എന്ന് പറയുന്നത് മന്ത്രവാദി അല്ല, മജീഷ്യൻസ്. ഇംഗ്ലീഷ് ബൈബിളിൽ മജീഷ്യൻസ് എന്നാ പറയുന്നത്. ഇവരങ്ങൾ ദൈവത്തിന്റെ വചനങ്ങൾ എങ്ങോടെ സെർഗിയോസ് പൗലോസിനോട്, പൗലോസ് ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിനൊരു സംശയം തോന്നുക. ഹല്ലേലൂയ. എന്റെ വചനം ഇവന്റെ ഉള്ളിൽ കയറുന്നില്ലല്ലോ. ഈ സെർഗിയോസ് പൗലോസിന്റെ ഉള്ളിൽ എന്റെ വചനം കയറുന്നില്ലല്ലോ. ഇവൻ കിളി പോയ പോലെ ഇവൻ ഇരിക്കുക. ഒന്നും അറിയാത്തവനെ മേളിലോട്ട് നോക്കി അവനിരിക്കുക. ഇവർ പറയുന്നത് ഇവന് മനസ്സിലാകുന്നില്ല. പത്രോസിനാണെങ്കിൽ വചനം അത്ര രീതിയിൽ അങ്ങോട്ട് സംസാരിക്കുന്നുമില്ല. ഓരോ തന്നെ ദൈവ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവൻ എന്ത് ചെയ്തെന്നറിയാവോ? പരിശുദ്ധാത്മാവ് പൂർണ്ണനായി, ഫുൾ ഹോളി സ്പിരിറ്റ് ആയിട്ട് ഇവനെ ശാസിച്ചു. ഹല്ലേലൂയ. എങ്ങനെയാ ശാസിച്ചത്? വായിക്കാം. ഹല്ലേലൂയ. അപ്പോ പൗലോസ് എന്നു പേരുള്ള സൗൽ പരിശുദ്ധാത്മാവ് പൂർണ്ണനായി അവനെ ഉറ്റുനോക്കി, ഹേ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ? ഇപ്പോ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായി ഇരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പിത്തടന്നു. ഈ ഉണ്ടായ ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തെ വിശ്വസിച്ച് അവിടെ വചനമൊന്നും പറയാൻ വന്നില്ലെന്ന്. ഇത്ര പറഞ്ഞപ്പം തന്നെ അവിടെ വചനത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് ആയിട്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് ആ എലിമാസ് എന്ന് പറയുന്നവനെ, ബെറേസു എന്ന് പറയുന്നവനെ ഇന്നലെ വരെ അവൻ യേശുവിന്റെ പേരെടുത്തുകൊണ്ട് നടന്ന് പല അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് നടക്കുകയായിരുന്നു. ഹല്ലേലൂയ. വേറൊന്ന് മാത്രം കൂട്ടി യോജിപ്പിച്ചോളൂ, യേശുവിന്റെ പേരവൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നാ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞാടുകളെ, ചെന്നായ്ക്കളെ പോലെ നിങ്ങളുടെ അടുത്ത് വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്ന് തടുത്തു കൊള്ളാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവർ ഇന്നലെ വരെ ആ രാജ്യത്തിന്, ആ ദേശാധിപതിയെ ഇവിടെ കൂടെ കൂടി ആ ദേശത്തിനെ മറിച്ചു കളഞ്ഞിട്ട്, ആ ദേശത്തിൽ അന്യാരാധനയ്ക്ക് പ്രോത്സാഹനം കൊടുത്തിട്ട്, അവിടെ മന്ത്രവാദവും ശുദ്രപ്രയോഗവും നടത്തി ഒരിക്കലും അവിടെ ദൈവത്തിന്റെ വചനം വരരുതെന്ന് അവൻ ആണയിട്ട് പറഞ്ഞുകൊണ്ട് ഇവന്റെ വക്കാലത്തും മേടിച്ച്, ഇവന്റെ പെർമിഷനും മേടിച്ചുകൊണ്ട് ഇവൻ അവിടെ മജീഷ്യൻസ് നടത്തുകയാണ്, അല്ലെങ്കിൽ മന്ത്രവാദം, അല്ലെങ്കിൽ വിദ്വാൻസ് നടത്തുകയാണ്. ഒരിക്കലും ഈ വിദ്വാൻ, ഈ സെർഗിയോസ് പൗലോസ് ഒരിക്കലും വചനം കേൾക്കരുതെന്ന് ആശിച്ചവൻ അവൻ. നമ്മൾ പല സ്ഥലത്തും നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വചനമോ ദൈവത്തിന്റെ ശക്തിയോ നമ്മുടെ കുടുംബങ്ങളിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ അനുഗ്രഹമൊന്നും വരാത്തതിന്റെ പ്രധാന കാരണങ്ങൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഹല്ലേലൂയ. ഇതുപോലുള്ള വലിയ മന്ത്രവാദികളും വിദ്വാൻമാരും നിങ്ങൾക്ക് എതിരായി നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ.
നിങ്ങളുടെ കുടുംബത്തിൽ അനുഗ്രഹം വരാത്തത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് പൂർണ്ണനായാൽ ഹല്ലേലൂയ ഇവന്റെയൊക്കെ കണ്ണടിച്ചു പോവും. ഹല്ലേലൂയ. ഈ പൗലോസ് പറഞ്ഞു, കപടവും ധൂർത്തവും നിറഞ്ഞവനായ കർത്താവിന്റെ വചനത്തെ വഴി തടയുന്നവനെ ഹല്ലേലൂയ ഇന്ന് മുഴുവൻ ഹല്ലേലൂയ ഒരു നേരത്തായിരിക്കും നിന്റെ കണ്ണടിച്ചു പോട്ടെ എന്ന് പറഞ്ഞു. ആ പറഞ്ഞ നിമിഷം അവന്റെ കണ്ണടിച്ചു പോയി. ആ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ കണ്ടപ്പോൾ ആ സെർഗിയോസ് പൗലോസ് ദൈവത്തെ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഇതുപോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരൂ സഹോദര സഹോദരി. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.